പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും ഒരു നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി നിർത്തലാക്കണമെന്ന മുൻ നിലപാടിൽ നിന്ന് പിന്മാറി പദ്ധതികൾ 20 വർഷത്തേക്ക് മരവിപ്പിച്ചാൽ മതിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ആഗോള നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. ഫെബ്രുവരി 28 വൻ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട അസ്ഥിരമായ അന്തരീക്ഷത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ ഉപരോധവും വിലക്കയറ്റവും പ്രതിസന്ധിയിലാക്കിയ വൻ ശക്തികളെല്ലാം ഇപ്പോൾ ഈ ഒരു പുതിയ നീക്കത്തിന് പിന്നാലെ തന്നെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് വെറും ഒരു സംഖ്യയല്ല, യഥാർത്ഥ 20 വർഷം ആയിരിക്കണമെന്നും അതിനുള്ള പൂർണ്ണമായ ഗ്യാരണ്ടി ഇറാൻ നൽകണമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. ഇസ്ലാമാബാദിൽ നടന്ന അതീവ രഹസ്യമായ ചർച്ചകളിൽ 5 വർഷമെന്ന ഇറാന്റെ നിർദ്ദേശത്തിന്മേൽ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കർശനമായി വാശി പിടിക്കുകയായിരുന്നു. വാൻസ് ഉയർത്തിയ ഈ സമയപരിധിയാണ് ട്രംപ് ഇപ്പോൾ പരസ്യമായി സ്ഥിരീകരിച്ചത്. എന്നാൽ അമേരിക്ക ഇറാനോട് മൃദു സമീപനം സ്വീകരിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയത്തോടെ നോക്കിക്കാണുന്നത് അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ തന്നെയാണ്. യുദ്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇറാന്റെ മുഴുവൻ യുറേനിയം ശേഖരവും പുറത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുത്ത നിലപാട്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഈ 20 വർഷത്തെ ആണവ വിരാമം പശ്ചിമേഷ്യയിൽ താൽക്കാലികമായ ഒരു ശാന്തതയ്ക്ക് വഴി തുറന്നേക്കാം. എന്നാൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമുള്ള പിന്തുണയും ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളും പരിഹരിക്കപ്പെടാതെ ഈ ഒരു ആണവ നിയന്ത്രണം മാത്രം കൊണ്ട് മേഖലയിൽ പൂർണ്ണമായ സമാധാനം സാധ്യമാകില്ല. നയതന്ത്രത്തിന്റെ ചതുരംഗ പലകയിൽ ട്രംപ് നടത്തിയ ഈ പുതിയൊരു കരുനീക്കം ആഗോള എണ്ണ വിപണിയും പശ്ചിമേഷ്യൻ ജനതയും യുദ്ധത്തിന്റെ നിഴലിൽ നിന്ന് എത്രത്തോളം അകറ്റി നിർത്തുമെന്ന് വരും നാളുകളിലെ ചർച്ചകൾ തെളിയിക്കും. ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണത്തിന് തന്നെയാണ്.